ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പട്ടാപ്പകൽ വീട്ടുടമസ്ഥരെയും നാട്ടുകാരെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഒരു അതിഥി തൊഴിലാളി ജനവാസ മേഖലയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് വലിയ പരിഭ്രാന്തിക്ക് കാരണമായി. സാധാരണഗതിയിൽ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്താണ് തികച്ചും അപ്രതീക്ഷിതമായ ഈ സംഭവം നടന്നത്. വീട്ടുകാർ ഉമ്മറത്ത് ഇല്ലാത്ത സമയം നോക്കിയാണ് ഇയാൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. തന്റെ താമസ സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഈ വീട്ടിൽ കയറിയതെന്നാണ് പിടിയിലായ അതിഥി തൊഴിലാളി പോലീസിനോടും നാട്ടുകാരോടും നൽകിയ പ്രാഥമിക വിശദീകരണം. എന്നാൽ ഈ മറുപടി വീട്ടുകാർക്ക് വിശ്വസനീയമായി തോന്നിയില്ല. വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഇയാൾ നേരിട്ട് ഒരു മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ അകത്ത് കടന്ന ഉടൻ തന്നെ മുറിയുടെ വാതിൽ അപ്രതീക്ഷിതമായി ലോക്കായി. ഇതോടെ ഇയാൾ മുറിക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അപരിചിതനായ ഒരാൾ വീടിനുള്ളിൽ കയറിയതും മുറി ലോക്കായതും ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ ആകെ ഭയന്നുപോയി. വീട്ടിൽ സ്ത്രീകളും കുട്ടികളുമുള്ള സമയത്തായിരുന്നു ഈ അപ്രതീക്ഷിത അതിക്രമം നടന്നത്. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടുകാർ ബഹളം വെച്ചു. തുടർന്ന് അയൽവാസികൾ ഓടിക്കൂടുകയും ഉടൻ തന്നെ കട്ടപ്പന പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി. മുറിക്കുള്ളിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളിയെ പോലീസ് പുറത്തിറക്കി. ഇയാളെ കാണാൻ വലിയ ജനക്കൂട്ടം തന്നെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതെന്റെ വീടാണ് കരുതിയാണ് ഞാൻ കയറിയത് എന്ന വിചിത്രമായ മറുപടി ലഭിച്ചത്. പകൽ വെളിച്ചത്തിൽ ഇത്രയും വലിയ അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്നതിൽ നാട്ടുകാർക്ക് സംശയമുണ്ട്. പോലീസ് ഇയാളുടെ താമസ സ്ഥലം എവിടെയാണെന്ന് തിരക്കിയപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലും വ്യക്തമായി കാണാം. അതിഥി തൊഴിലാളിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ഇയാൾക്ക് ലഹരി മരുന്നിന്റെ സ്വാധീനമുണ്ടോ അതോ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് സൂചിപ്പിച്ചു. അബദ്ധം പറ്റിയതാണെന്ന മൊഴിയിൽ പോലീസ് ഇയാളെ താക്കീത് നൽകി വിട്ടയച്ചു. എങ്കിലും കട്ടപ്പന പോലെയുള്ള മലയോര പട്ടണങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. നാട്ടുകാർ ഇത്തരം സംഭവങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. വീടിന്റെ വാതിലുകൾ പകൽ സമയത്തും ലോക്ക് ചെയ്യുന്നത് സുരക്ഷിതമാണെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ കൃത്യമായ പോലീസ് പരിശോധനയും തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനയും കർശനമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രാദേശിക സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. കട്ടപ്പന പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിലും വാടക വീടുകളിലും ഉടമസ്ഥർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് നഗരസഭ അധികൃതരും നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടാപ്പകൽ നടന്ന ഈ സംഭവം പ്രാദേശിക വീട്ടമ്മമാരിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. തനിച്ച് താമസിക്കുന്ന പ്രായമായവർക്കും ഈ സംഭവം വലിയ ഭീതിയാണ് നൽകിയത്. അതിഥി തൊഴിലാളികൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പോലീസ് പറയുമ്പോഴും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നിരീക്ഷണം വേണമെന്നാണ് പൊതുവായ അഭിപ്രായം. ചുരുക്കത്തിൽ ഒരു വീട് മാറിക്കയറൽ നാടകം കട്ടപ്പനയിൽ വലിയൊരു സുരക്ഷാ ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. അപരിചിതർ വീടിന് ചുറ്റും കാണപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കാൻ ശ്രദ്ധിക്കണം. സംഭവം ശുഭകരമായി അവസാനിച്ചുവെങ്കിലും മലയോര മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പട്ടാപ്പകൽ അതിക്രമം നൽകുന്നത്.